തുള്ളിച്ചാടാൻ അറിയാതെ മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ പി കെ രാമദാസിന്റെ മകൻ ജഗൻ രാമദാസ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോ? വേദലക്ഷ്മി അറിയായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരും മറക്കാൻ ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ ഡോക്ടർ റോബിന്റെ സീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഫാൻ ബേസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരാളും ഉണ്ടായിട്ടില്ല ഇതുവരെയും. ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരു കോമണർ ആയിട്ട് വന്നിട്ട് റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ BJP അനുഭാവിയാണ്. ആരൊക്കെ ഏതൊക്കെ പാർട്ടിയിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരവരാണ്. അപ്പൊ അവരവരുടെ പാർട്ടിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, പല സമരങ്ങളും ഉണ്ടാകും. അതിനൊക്കെ അവർ പങ്കെടുക്കുകയും ചെയ്യും. അപ്പം അതിനെ ട്രോളായിട്ടൊക്കെ ട്രോൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇപ്പം BJPയിലാണ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ റോബിൻ രാധാകൃഷ്ണൻ BJPയിലാണെന്ന് പറഞ്ഞിട്ട് കാണുന്നതിനും എടുക്കുന്നതിനും എല്ലാം നമ്മൾ വിമർശിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആരും പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. ഈ വേദലക്ഷ്മിക്കെതിരെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഞാനപ്പം ആ പോസ്റ്റ് നോക്കിയിട്ട് സത്യം പറയാമല്ലോ, എനിക്കൊന്നും മനസ്സിലായില്ല. അവിടെ ഇവിടെയും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. റോബിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചല്ലോ, അതിനുശേഷം സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതെന്താണ് ഇവർ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് ആദ്യം ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലായിരുന്നില്ല. എന്തായാലും നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക. പിന്നെ എങ്ങനെയാ റോബിൻ നിൽക്കണ്ടേ ഒന്നറിഞ്ഞാ കൊള്ളാം. റോബിന് പെട്ടെന്നുണ്ടായ രാജ്യസ്നേഹം, BJP പാർട്ടിയോട് 2026 കാണിക്കുന്ന ഈ കൂറ്, BJP പാർട്ടി ഘടകത്തോടും പാർട്ടി നേതാക്കളെയും കുറിച്ചുള്ള റോബിന്റെ യഥാർത്ഥ കാഴ്ചപ്പാട്. ഇതില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗം, അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത്. BJP അനുഭാവികളോടും BJPയിലെ നേതാക്കന്മാരോടും റോബിനുള്ള നിലപാട്, അവരെ കുറിച്ചുള്ള റോബിനുള്ള നിലപാടെന്ന് നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണേ. അവിടെ നിങ്ങൾ മറക്കരുത് ഞാനീ പറയുന്നത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവരുടെ ഉന്നമനത്തിനു വേണ്ടി കാണിക്കുന്ന ഈ ആർജവം, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ബഹുമാനം, സാമ്പത്തിക ലാഭത്തിനോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അല്ലാതെയുള്ള നിസ്വാർത്ഥമായ പാർട്ടി പ്രവർത്തനം, കുണ്ടറയുടെ വികസനത്തിനായുള്ള വാഗ്ദാനങ്ങൾ, അവിടെ കൂടെ നിന്ന് പ്രവർത്തിച്ച അണികളെ കാണുന്ന രീതി. ചില ആളുകൾക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അവർ സത്യം പറഞ്ഞാൽ മിണ്ടാതിരിക്കും. പക്ഷെ അവര് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇത് ആദ്യം കേട്ടപ്പോൾ ഞാനും ആലോചിച്ചു, ഇതെന്തൊക്കെയായി പറയുന്നതെന്ന്. അവിടെ ഇവിടെയും കൊള്ളാതെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇതെന്താന്ന് പോലും ഉദ്ദേശിക്കുന്ന പോലും മനസ്സിലാവത്തില്ല. റോബിന്റെ ഒരു വീഡിയോ വെക്കുന്നു, അതിനുശേഷം റോബിനോട് ആ ഡയലോഗിന് ശേഷം ചോദിക്കുന്നു, പിന്നെ എങ്ങനെയാണ് റോബിൻ നിൽക്കേണ്ടത്, പാർട്ടി പ്രവർത്തകരെ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങളുടെ നേതാക്കന്മാരെ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ പോയിന്റ് നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, ഒന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചോണം എന്നുള്ളത്. അപ്പൊ ഇതിന് എന്തോ നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഈ റോബിൻ കേസ് കൊടുത്തെന്ന് പറഞ്ഞു ഇവർക്കെതിരെ. ഞാനും വിചാരിച്ചു ഇതിനകത്ത് കേസ് കൊടുക്കാനായിട്ട് എന്തോ ഇരിക്കുന്നു. എനിക്കിതിനകത്ത് കേസ് കൊടുക്കാനുള്ളതായിട്ട് എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേസ് കൊടുത്തതിന് ശേഷം വേദലക്ഷ്മി ഒരു പോസ്റ്റ് ഇടുന്നു, ഒന്നല്ല 3 പോസ്റ്റ് ഇടുന്നു, 3-4 പോസ്റ്റ് ഇടുന്നുണ്ട്. ആ പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഏകദേശം ഇതിനെപ്പറ്റി മനസ്സിലായത്. കാരണം മറ്റൊന്നുമില്ല, ഇവർ തമ്മിൽ ഈ കൊടുക്കൽ വാങ്ങിക്കൽ വിഷയങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ക്യാഷ് എന്തോ റോബിൻ രാധാകൃഷ്ണൻ ഈ പറയുന്ന വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയിട്ട് അത് ചോദിച്ചതിന്റെ പേരിൽ ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങൾ ഉണ്ടായതിനു ശേഷം പിന്നെ 1 മാസം കൂടെ ചോദിക്കുന്നു. ആര്? ഈ പറയുന്ന റോബിൻ. ഞാൻ ഇനി നിയമപരമായിട്ട് വാങ്ങിച്ചോളാം എന്നുള്ള രീതിയിൽ വേദലക്ഷ്മി സംസാരിക്കുന്നു. അപ്പം ഇവർ തമ്മിൽ ഈ കൊടുക്കൽ വാങ്ങൽ വിഷയങ്ങളുണ്ട് ഈ ക്യാഷിന്റെ കാര്യത്തിൽ. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ വേദലക്ഷ്മി ഇട്ട ആ ഓരോ പോസ്റ്റ് നമുക്ക് സംസാരിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാൻ എന്തായാലും വേദലക്ഷ്മി ഇംഗ്ലീഷിലാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും അതിന്റെ മലയാളം പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഏകദേശമൊക്കെ കത്തും. റോബിൻ പറയുന്നതാണ്, ആ ദിവസത്തെ കാര്യത്തിൽ ക്ഷമിക്കണം, ഞാൻ ആകെ അസ്വസ്ഥനായിരുന്നു, അങ്ങനെ സംസാരിക്കരുതായിരുന്നു, അത് എന്റെ തെറ്റാണ്, സോറി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇവർ തമ്മിൽ എന്തോ ക്യാഷിന്റെ കാര്യത്തിലായിരിക്കാം, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വഴക്കായിട്ടുണ്ട്. അപ്പൊ റോബിൻ എന്തൊക്കെയോ വേദലക്ഷ്മിയെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പിന്നീട് ഈ പറയുന്ന റോബിൻ അതിനെപ്പറ്റി സോറി ചോദിക്കുകയാണ്. ഞാൻ അന്ന് വേറൊരു മൂഡിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അസ്വസ്ഥനായിരുന്നു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു പറയുന്നു. അതിന് മറുപടിയായിട്ട് വേദലക്ഷ്മി പറയുന്നത്, നിന്നെ പോലുള്ള ഒരു തട്ടിപ്പുകാരനുമായി അധികം ഇടപഴകാൻ എനിക്ക് താല്പര്യമില്ല. നിന്നെ പോലുള്ള തട്ടിപ്പുകാരനുമായിട്ട് എനിക്ക് എനിക്ക് ഇടപഴകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അത് ഉദ്ദേശിക്കാൻ എനിക്ക് മനസ്സിലാവുന്നത് വേദലക്ഷ്മി എടുത്തൊരു ഡേറ്റ് പറഞ്ഞിട്ടാണ് ക്യാഷ് വാങ്ങിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് ക്യാഷ് ചോദിച്ചിട്ടും അത് കൊടുക്കാതിരുന്നിരിക്കാം, പിന്നെയും സമയം ചോദിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ പറയുന്ന വേദലക്ഷ്മിക്ക്
റോബിൻ തന്നെ ചതിക്കുകയാണോ എന്നുള്ളൊരു തോന്നൽ വന്നിരിക്കാം. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നതേ ഉള്ളൂ. നമ്മുടെ അഖിൽ മാരാറ് കഴിഞ്ഞിടയ്ക്ക് വന്ന് പറഞ്ഞായിരുന്നു, ഞാൻ ഈ ഇലക്ഷനൊക്കെ നിന്നതിന് ശേഷം ഞാൻ കട്ടപ്പുകയാണ് എന്റെ അവസ്ഥ, എന്റെ ചെലവിന് പോലും എനിക്ക് പൈസ ഇല്ല, എന്റെ ബൈക്ക് വിറ്റു, കാറ് വിറ്റു എന്നൊക്കെ വന്ന് പറഞ്ഞിരുന്നു. ശരിയല്ലേ? ഈ റോബിനും ഇലക്ഷന് നിന്നിരുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ റോബിനും അങ്ങനെ പൈസ ഒക്കെ ഒരുപാട് ചെലവായിരിക്കാം. ഞാനൊരു ഉദ്ദേശം പറഞ്ഞതാണ് കേട്ടോ. കയ്യിൽ നിന്നും പൈസ ചെലവായിരിക്കാം, പക്ഷെ അത് ഉദ്ദേശിച്ച രീതിയിൽ തിരിച്ചു വന്ന് കാണത്തില്ല. ആ ഇലക്ഷന്റെ സമയത്തായിരിക്കാം ചിലപ്പം ഈ പറഞ്ഞ വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചത്. ഓക്കെ, അതായിരിക്കാം, അതെന്തോ അവരുടെ കാര്യം, അത് ഓക്കെ, അവിടെ നിൽക്കട്ടെ. എ കോൺമാൻ എന്ന് പറഞ്ഞ് ഇതിനകത്ത് വേദലക്ഷ്മി അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ചോദിക്കുന്നുണ്ട്, ഈ കോൺമാൻ എന്ന് വെച്ചാൽ എന്താണെന്ന് റോബിൻ ചോദിക്കുന്നുണ്ട്. അതിന് ഈ പറയുന്ന ഗൂഗിൾ തരുന്ന ഒരു വിശദീകരണം ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ പറയുന്നത്, കോൺമാൻ എന്നത് മറ്റൊരാളുടെ വിശ്വാസം വഞ്ചനാപരമായി നേടിയെടുത്ത് പണമോ സ്വത്തോ തട്ടിയെടുത്ത വ്യക്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കള്ളം, മാനിപ്പുലേഷൻ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന തട്ടിപ്പുകാരൻ അല്ലെങ്കിൽ വഞ്ചകൻ എന്ന അർത്ഥത്തിലും ഇത് ഉപയോഗിക്കാം. എന്താന്ന് വെച്ചാൽ ടോട്ടലി ഒരു തട്ടിപ്പുകാരൻ എന്ന് തന്നെ നമുക്ക് ചുരുക്കത്തിൽ പറയാം. അപ്പം ഒരു തട്ടിപ്പുകാരനെ അഭിസംബോധന ചെയ്യുന്നത് കോൺമാൻ എന്നാണ്. രണ്ടാമത്തേതിനകത്ത് പറയുന്നത് റോബിൻ രാധാകൃഷ്ണൻ നിൽക്കുന്ന ആ ഫോട്ടോയാണ്. ആ ഫോട്ടോയുടെ അവിടെയാണ് പിന്നെ രണ്ടാമത്തേത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: BJP അല്ലെങ്കിൽ RSS അനുഭാവികൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഇത് ഒരിക്കലും പാർട്ടിക്കെതിരെയോ രാഷ്ട്രീയ ആശയങ്ങൾക്കെതിരെയോ ഉള്ളതല്ല. കുറ്റവാളികളെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് കടത്തിവിടരുത്. അതുകൊണ്ടാണ് ഈ തട്ടിപ്പുകാരനെ പുറത്തു കൊണ്ടുവരാൻ ഞാൻ നിർബന്ധിതയായത്. നിങ്ങളെയും നിങ്ങളുടെ പാർട്ടിയെയും സംരക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ടോട്ടലി പറയുന്നുണ്ട്, ഞാൻ BJPക്കോ RSSനോ ഒന്നും എതിരാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ റോബിൻ രാധാകൃഷ്ണനെ സൂക്ഷിക്കുക, റോബിൻ ഒരു തട്ടിപ്പുകാരനാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇത് റോബിൻ രാധാകൃഷ്ണൻ കേസ് കൊടുത്തതിന് ശേഷം വന്ന പോസ്റ്റുകളാണ്. കേസ് കൊടുത്തു എന്ന് അറിഞ്ഞതിന് ശേഷം വന്ന പോസ്റ്റ്. അപ്പൊ നമ്മൾ ആ ചാറ്റിന്റെ കണ്ടിന്യൂ ആണ് ഇനി പറയാൻ പോകുന്നത്. റോബിൻ പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരികെ നൽകേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അതിനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് ഒരു മാസം സമയം വേണം. എല്ലാവരുടെയും പണം സെറ്റിൽ ചെയ്യണം. അച്ഛനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബാങ്ക് നടപടികൾക്ക് കുറഞ്ഞത് ഒരു മാസം എടുക്കും. എനിക്ക് ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ ഉദ്ദേശമില്ല. സാഹചര്യം ഇതാണ്. പണം തിരികെ നൽകും. എനിക്ക് ജോലി ചെയ്യാൻ കുറച്ച് സ്ഥലം വേണം. ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ റോബിൻ രാധാകൃഷ്ണൻ പൊട്ടി പാളീസായെന്നാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. കൈ കാശൊന്നുമില്ല, ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിച്ചിട്ടുള്ള രീതിയിലാണ് ഇവിടെ റോബിൻ സംസാരിച്ചിരിക്കുന്നത്. എനിക്ക് ഇലക്ഷന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ആയിക്കോട്ടെ. റോബിൻ പറയുന്നത് എനിക്ക് ഒരു മാസത്തെ സമയം വേണം, എന്നുവെച്ചാൽ കുറെ പേരുടെ പൈസ എനിക്ക് സെറ്റിൽ ചെയ്യാനുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എല്ലാവരുടെയും പണം എനിക്ക് സെറ്റിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം റോബിൻ രാധാകൃഷ്ണൻ എന്തോ ഫണ്ടായിട്ട് വരാനുണ്ട്, അല്ലെങ്കിൽ പൈസ വരാനുണ്ടായിരിക്കാം. ഇപ്പം ഇലക്ഷനൊക്കെ ചെലവാക്കുന്ന പൈസ ആണെങ്കിലും ഉടനെ മൊത്തം കിട്ടി കാണത്തില്ല, അല്ലെങ്കിൽ പിന്നെ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിക്കോട്ടെ. ഇവരുടെ എല്ലാം പൈസ എനിക്ക് സെറ്റിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു മാസത്തെ സമയം വേണം എന്നാണ് ഈ പറയുന്ന റോബിൻ ചോദിച്ചിരിക്കുന്നത്. മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത് വേദലക്ഷ്മി, റോബിൻ, നിന്റെ ഈ വാദങ്ങളുമായി നീ തന്നെ തുടരുക. ഇനി എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കാര്യങ്ങൾ നോക്കിക്കോളാം. എനിക്ക് തോന്നുന്നു വേദലക്ഷ്മി അങ്ങനെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും വേദലക്ഷ്മിയോട് 1, 2, 3 അവധികൾ പറഞ്ഞിരിക്കാം. ആ അവധികൾ പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പം വേദലക്ഷ്മിക്ക് ഇനി ഇത് കിട്ടത്തില്ല, ഇനി ഇങ്ങനെ പോയാൽ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, എന്റെ പൈസ പോയോ എന്നൊരു പേടി കാണും, അല്ലെങ്കിൽ എനിക്കിത് വാങ്ങിക്കാൻ അറിയാം എന്നുള്ള രീതിയിലാണ് വേദലക്ഷ്മി പറയുന്നത്. എന്തായാലും പൈസ കൊടുത്തു കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ എനിക്ക് ആ കേസുമായിട്ട് ഇതിനെ യോജിപ്പിച്ച് വായിക്കുമ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് ഇതിനുള്ളൊരു തടയാണോ എന്നെനിക്കൊരു സംശയം. റോബിനോടൊക്കെ വെച്ചാൽ നമുക്ക് ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമൊക്കെ ആയിരുന്നു. ഇതുപോലെ വേദലക്ഷ്മിയെ നമുക്ക് ഇഷ്ടമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തതൊക്കെയാ ചില കാര്യങ്ങളിലൊക്കെ. എന്താണ് ഇവർ തമ്മിൽ വിഷയം എന്ന് വെച്ചാൽ ക്യാഷിന്റെ വിഷയമാണ്. അപ്പൊ ഇത് വേദലക്ഷ്മിക്ക് ഇതെന്തോ കിട്ടുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം വേദലക്ഷ്മി ഈ പറയുന്ന പോലെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നത്. റോബിൻ പറയുന്നത് അപ്പം എല്ലാം സെറ്റിൽ ചെയ്യാൻ എനിക്ക് ഒരു മാസം സമയം മാത്രം വേണം എന്ന് പറയുന്നത്. എനിക്ക് എല്ലാം കൂടെ സെറ്റിൽ ചെയ്യാൻ എനിക്ക് ഒരു മാസത്തെ സമയം എനിക്ക് എങ്ങനെയും തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മറുപടി, ഇത് ഇനി പണത്തിന്റെ കാര്യം മാത്രമല്ല, നീ മറ്റൊരു സ്ത്രീയെയും ഉപദ്രവിക്കില്ലെന്ന് ഞാൻ ഉറപ്പാക്കും. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പം പിന്നെ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് പണത്തിന്റെ കാര്യം, ഇത് പൈസയുടെ കാര്യം മാത്രമല്ല, നീ വേറെ ഒരു പെണ്ണിനോടും നീ ഇങ്ങനെ ഒന്നും കാണിക്കരുത്. പൈസയുടെ കാര്യം ഞാൻ നിയമപരമായിട്ട് തന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം വേറെ ഒരു പെണ്ണിനോയെ നീ ഇതുപോലെ പൈസ വാങ്ങിച്ച് ചതിക്കുകയോ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്യരുത് എന്നുള്ള രീതിയിലായിരിക്കാം. എന്തേലും ആയിക്കോട്ടെ. അപ്പം അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുള്ളത്, ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടുകാരൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ അടിച്ചു പിരിഞ്ഞു എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. എത്രമാത്രം ബഹുമാനിക്കപ്പെടുന്ന സംഘടനയായാലും അതിനുള്ളിൽ ഒരു മോശം വ്യക്തി ഉണ്ടാകാം.
ഒരാളുടെ തെറ്റുകൾ പുറത്തു കൊണ്ടുവരുന്നത് മുഴുവൻ പാർട്ടിക്കെതിരെയുള്ള ആക്രമണങ്ങളായി കാണരുത്. ഇത് പറയുന്നത് BJP-ക്കാരോടായിട്ടാണ്. വരും ദിവസങ്ങളിൽ ചില പേരുകൾ പുറത്തു വരാം. അത് BJP-യെ ലക്ഷ്യമിടാനുള്ള ശ്രമമല്ല. ചോദ്യം ചെയ്യപ്പെടേണ്ട വ്യക്തികളുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്തം ഉറപ്പാക്കാനുള്ള ശ്രമമാണ്. ഒരു ആശയത്തെ ബഹുമാനിക്കുകയും അതിന്റെ പേരിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുകയും ഒരേ സമയം തന്നെ ഒരാളുടെ പ്രവൃത്തിയെയും അവരുടെ സ്വഭാവ രീതിയോ ഒക്കെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്റെ പോരാട്ടം ഒരു പാർട്ടിക്കെതിരെയല്ല, തെറ്റുകൾക്കെതിരെയാണ്. സത്യം പുറത്തു കൊണ്ടുവരിക എന്നതാണ് എന്റെ ഉദ്ദേശം. ഒരു സംഘടനയെ ദോഷപ്പെടുത്തുകയല്ല. ഇത് രാഷ്ട്രീയമോ നിയമപരമോ അല്ല. ഇത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. ഭാവിയിൽ നിങ്ങൾ ആരെയാണ് വഞ്ചിക്കാൻ പോകുന്നതെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ഇലക്ഷനിൽ നിന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിലായിരിക്കാം പൈസ കടം വാങ്ങിച്ച സമയത്തായിരിക്കാം റോബിൻ BJP-യിലെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പോയിന്റ് നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ആ പോയിന്റ് പിടിച്ചോണം എന്നുള്ളത്. ആ പോയിന്റ് വെച്ച് എനിക്ക് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ റോബിൻ ഇവിടുത്തെ നേതാക്കന്മാരെ, ഈ പറയുന്ന പാർട്ടി അനുഭാവികളെയോ നേതാക്കന്മാരെയോ പറ്റി എന്തൊക്കെയോ വേദലക്ഷ്മിയോട് സംസാരിച്ചിട്ടുണ്ട്. അത് മിക്കവാറും വേദലക്ഷ്മിയുടെ കയ്യിൽ കാണാൻ സാധ്യതയുണ്ട്. അത് ഞാനൊരു പാർട്ടിയെ മോശപ്പെടുത്താനോ ഒന്നും വേണ്ടിയല്ല. പക്ഷേ പല കാര്യങ്ങളും പുറത്തു വരും. അത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള പലരെയും തുറന്നു കാണിക്കാനാണെന്നാണ് ഈ പോസ്റ്റിന്റെ ഒക്കെ ചുരുക്കത്തിൽ ഈ പറയുന്ന വേദലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും പണിയാകും എന്നുള്ളതാണ്. നമുക്ക് അത്രേ പറയാനുള്ളൂ. നമുക്ക് പിന്നെ ഇതിനകത്തൊന്നും മനസ്സിലാവുന്നില്ല. ഇവർ തമ്മിലുള്ള പൈസയുടെ അടിയായിരുന്നു. ഇപ്പൊ അത് വേറൊരു കേസിലേക്കൊക്കെ മാറി. അപ്പൊ കേസിലേക്കൊക്കെ റോബിൻ കൊണ്ട് കേസൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് വേദലക്ഷ്മിക്ക് കുരു പൊട്ടി. വേദലക്ഷ്മി എന്തായാലും ഇനി ഇതെല്ലാം തുറന്നു കാട്ടും, കാപട്യം തുറന്നു കാട്ടും, കള്ളത്തരം തുറന്നു കാട്ടും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ റോബിന്റെ. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലേക്ക് വരുമ്പോൾ കടം വാങ്ങിയ പണം കൊണ്ട് കഷ്ടിച്ച് ജീവിക്കുകയും പിന്നീട് കടങ്ങൾ തിരിച്ചടയ്ക്കാതിരിക്കാൻ വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു തൊഴിലില്ലാത്ത തട്ടിപ്പുകാരന് മറുപടി നൽകാതെ ഞാൻ ഇരിക്കില്ല. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ റോബിന് വലിയ തൊഴിലൊന്നും ഇല്ല. ഇപ്പൊ ഹോസ്പിറ്റലൊന്നും പോകുന്നില്ലായിരിക്കാം. അപ്പം കടം വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കടങ്ങൾ തിരിച്ചടയ്ക്കാതിരിക്കാൻ വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്ന അവിടെയാണ് ഈ റോബിൻ കേസ് കൊടുത്തതുമായിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു, റോബിൻ വേദലക്ഷ്മിയുടെ ആ പോസ്റ്റ് കണ്ടിട്ട് എന്തിന്റെ പേരിലാണ് കേസ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? പക്ഷേ റോബിൻ കേസ് കൊടുത്തത് ഈ പറയുന്ന പണം കടം കൊടുത്തതിന്റെ പേരിൽ ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ നമ്മൾ അറിയാതെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് വെളി വരുന്നത്. അപ്പം അതിന് തടയിടാനാണോ ഞാൻ ആദ്യമേ ചോദിച്ചിരുന്നു. അതിനുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ വേദലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. വേദലക്ഷ്മി പറഞ്ഞേക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കടങ്ങൾ തിരിച്ചടയ്ക്കാതിരിക്കാൻ വഴികൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു തൊഴിലില്ലാത്ത തട്ടിപ്പുകാരൻ എന്നാണ് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് എനിക്ക് മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല, നിരവധി ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും ഈ പറയുന്ന റോബിൻ കടം വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ നിങ്ങളെ രക്ഷിക്കാനൊന്നും കഴിയില്ല. നിങ്ങളുടെ പരിമിതമായ വിഭവങ്ങളുമായി മുന്നോട്ട് പോകൂ. പക്ഷെ ഇപ്പോൾ വളരെ വൈകിപ്പോയി എന്ന് പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാല് റോബിൻ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ വേദലക്ഷ്മി ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തു. അതെന്തിനാ ആ പോസ്റ്റിന്റെ പേരിൽ കേസ് കൊടുത്തത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അതെന്തും ആയിക്കോട്ടെ. ആ പോസ്റ്റിന്റെ പേരിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പൈസയുടെ ഇഷ്യൂ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ചുരുക്കത്തിൽ ഇവിടെ വേദലക്ഷ്മി പറയുന്നത് പാർട്ടിക്കാരെയും അതുപോലെ തന്നെ നേതാക്കന്മാരെയൊക്കെ പറ്റിയുള്ള ഈ മഹാനുഭാവന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതൊക്കെ ഞാൻ താമസിയാതെ പുറത്തേക്ക് വിടാം. അതുപോലെ തന്നെ ഈ ചോദിക്കുന്ന പൈസ, ഈ കടം വാങ്ങിച്ച പൈസ തിരിച്ചു തരാതിരിക്കാനുള്ള ചില നമ്പറുകളൊക്കെ പുള്ളി ഇറക്കിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ വില പോകില്ല എന്ന രീതിയിലാണ് വേദലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ശ്രീ അനന്തു സുലിത്തും ശ്രീമതി വേദലക്ഷ്മിയും എനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സത്യസന്ധമാണെന്നും അതിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ടെന്നും കരുതുന്നുവെങ്കിൽ ഞാൻ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് നാളെ 2026 ഓഗസ്റ്റ് 10 രാവിലെ 10 മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എനിക്കിപ്പോഴും ആ പോസ്റ്റിൽ എന്താണ് വിഷയം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ പോസ്റ്റിൽ എന്താണ് കേസ് കൊടുക്കാൻ പറ്റിയ ഒരു വിഷയം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അറ്റവും മൂലയില്ലാത്തൊരു പോസ്റ്റാ. അതെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. യഥാർത്ഥമായ ആശങ്കകളോ ആരോപണങ്ങളോ ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെയല്ല, ശരിയായ നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് ഉന്നയിക്കേണ്ടത്. അധികാരികളുമായി പൂർണ്ണമായി സഹകരിക്കാനും നിയമാനുസൃതമായ നടപടികളിലൂടെ ഈ വിഷയം നേരിടാനും ഞാൻ തയ്യാറാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത് തുടരുന്നതിന് പകരം നിയമപരമായും സുതാര്യമായും നമുക്ക് ഈ വിഷയം പരിഹരിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പം
ഈ കേസ് കൊടുത്തത് നിങ്ങൾക്കിത് കേട്ടിട്ട് വല്ല മനസ്സിലായി? അധികാരികളുമായി പൂർണ്ണമായി സഹകരിക്കാനും. ചുരുക്കം പറഞ്ഞാൽ ഈ വേദലക്ഷ്മി ഇട്ടിരിക്കുന്ന ആ പോസ്റ്റിനോട് സാമ്യം നമുക്ക് തോന്നും. കാരണം എന്താന്ന് വെച്ചാൽ ആ പൈസ കടം വാങ്ങിച്ച വിഷയങ്ങൾ ഇനി പുറത്തു വരുമോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ അതുപോലെ വഴക്കൊക്കെ ഇനി അകത്തുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. റോബിൻ എന്താണ് അങ്ങനെ ആ ഒരു പോസ്റ്റിന്റെ പേരിൽ റോബിൻ കേസ് കൊടുത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സത്യമായ കാര്യമാണ് കേട്ടോ. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. 2 വ്യക്തികൾ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ 11 മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ആരോപണങ്ങളിൽ സത്യസന്ധതയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നിയമപരമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ ഞാൻ ഇവരെ ക്ഷണിക്കുന്നു. നിയമപരമായ നടപടികളിലൂടെ വിഷയം നേരിടാനും ഏത് നിയമ നടപടിയുടെയും പൂർണ്ണമായി സഹകരിക്കാനും ഞാൻ തയ്യാറാണ്. സോഷ്യൽ മീഡിയയിലൂടെയല്ല, ഉചിതമായ നിയമ നടപടികളിലൂടെയാണ് സത്യം പുറത്തു വരേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ പോസ്റ്റ് വന്നത് റോബിന്റെ. ചുരുക്കം പറഞ്ഞാൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇതിനകത്ത് 2 പേരെയും കുറ്റപ്പെടുത്താനില്ല. കാരണം എന്താ അറിയാമോ, ഇവർ 2 പേരും ഭയങ്കര കൂട്ടുകാരായിരുന്നു. ആ കൂട്ടുകാരായിരുന്ന സമയത്ത് ഈ പറയുന്ന വേദലക്ഷ്മിയോട് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. അത് പല പ്രാവശ്യമായിട്ട് ഈ പറയുന്ന വേദലക്ഷ്മി ചോദിച്ചു. വേദലക്ഷ്മിക്ക് അവധി പറഞ്ഞുകൊണ്ടിരുന്ന് കാണും. അതിനുശേഷം വേദലക്ഷ്മി പിന്നെയും വിളിച്ച് ചോദിക്കുമ്പോൾ എങ്ങാണ്ട് ഈ റോബിൻ ചൂടായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷം റോബിൻ സോറി പറയുന്നു. അപ്പൊ പറയുന്നു, വേണ്ട, ഞാൻ നിയമപരമായിട്ട് അതിന്റെ പേരിൽ പൊയ്ക്കോളാം, ഞാൻ പൈസ വാങ്ങിച്ചോളാം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ആരാണ് വേദലക്ഷ്മി സംസാരിക്കുന്നു. അതിനുശേഷം വേദലക്ഷ്മി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. അതിന് കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. തിരിച്ച് ഇപ്പോൾ സ്റ്റോറിയുമായിട്ട് വേദലക്ഷ്മി വന്നിരിക്കുന്നു, കടം വാങ്ങിച്ച കഥയും അതിന് മുമ്പുള്ള കഥകളൊക്കെ പറഞ്ഞുകൊണ്ട്. എനിക്ക് ഇത്രയൊക്കെ മനസ്സിലായുള്ളൂ. എന്തായാലും പോകെ കുറെ കാര്യങ്ങൾ വെളി വരുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് വേദലക്ഷ്മിയാണ് ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളത് കൊണ്ട്. എന്തായാലും വേദലക്ഷ്മി ആയതുകൊണ്ട് മാത്രം എനിക്കൊരു ഉറപ്പുണ്ട്, വേദലക്ഷ്മി എന്തായാലും ഇതിന് പുറകെ തന്നെ പോകുന്നുള്ളത്. വേദലക്ഷ്മിയുടെ ക്യാരക്ടർ നമുക്കറിയാമല്ലോ, ഏതറ്റം വരെയും പോകുന്നുള്ളത്. റോബിനും അതുപോലെ തന്നെ നിൽക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോകെ ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇനിയും അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇനി ചെയ്യേണ്ട അവസരം വന്നാൽ ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.